പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് മൂർത്തി ജ്വല്ലറിക്കെതിരെ കളിക്കുന്ന ആ യഥാർത്ഥ ശത്രുവിനെ തിരഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് വേഷം മാറി ജ്വല്ലറിയിൽ പോകുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഓരോ കാര്യങ്ങളും ആദർശ് അറിയുകയാണ്. അങ്ങനെ ആദർശ് ജ്വല്ലറിയുമായി ഡീൽ ഒപ്പിടുകയും ചെയ്യുകയാണ്. അങ്ങനെ കിരണും കല്യാണി അവർക്ക് സപ്പോർട്ടായി എല്ലാ കാര്യത്തിലും നിൽക്കുന്നുമുണ്ട്. നന്ദു ആണെങ്കിൽ നന്ദുവിന്റെ രീതിയിൽ കേസ് അന്വേഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നവ്യയെ ഇവിടുത്തെ മോഡലായി സെലക്ട് ചെയ്തത്? മൂർത്തി ജ്വല്ലറിയിലെ കുടുംബാംഗമാണ് നവ്യ. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് കയറി പറ്റിയത് ജ്വല്ലറിയെ ചതിക്കാനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവൾ എല്ലാ രഹസ്യങ്ങളും മൂർത്തി ജ്വല്ലറിക്ക് ചോർത്തി കൊടുക്കില്ലേ? അനന്തപുരിക്കാർ നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ മൂർത്തി ജ്വല്ലറിയിലെ കുടുംബാംഗത്തെ എന്തിനാണ് ഇവിടേക്ക് മോഡലായി സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഡേവിഡ് പറയുന്നുണ്ട്, ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നല്ലേ പറയുന്നത്. മാത്രമല്ല അവൾക്കാണെങ്കിൽ അനന്തപുരിക്കാരോട് തീരെ താല്പര്യമില്ല. അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലായത്. അവൾക്ക് കടുത്ത ശത്രുതയുണ്ട്. നവ്യയുടെ ഭർത്താവ് അഭിക്കാണെങ്കിലും അവരുടെ അമ്മയ്ക്കാണെങ്കിലും അനന്തപുരിക്കാരോട് നല്ല ശത്രുതയുണ്ട്. അത് ഞങ്ങൾക്ക് തെളിവ് സഹിതം തന്നെ മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ മോഡലായി സെലക്ട് ചെയ്തത്, അല്ലാതെ അവളുടെ കഴിവ് കൊണ്ടല്ല എന്നൊക്കെ പറയുകയാണ്. അത് ശരിയാണ്, അവർക്കല്ലാതെ കഴിവും കാര്യങ്ങളൊന്നുമില്ല എന്ന് ആദർശം പറയുന്നുണ്ട്. അങ്ങനെ അനന്തപുരിക്കാരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അഭിയും നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ പഞ്ചാബി വേഷത്തിൽ വന്ന ആദർശിനെ കണ്ട് അഭിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ആദർശ് പുറത്തേക്ക് പോകുന്നുണ്ട്. ആദർശിന് പിന്നാലെ തന്നെ അഭിയും പോവുകയാണ്. അങ്ങനെ അഭി പിന്നാലെ പോകുന്ന സമയത്ത് പഞ്ചാബി വേഷം ധരിച്ച ആദർശ് ഞാൻ എന്നോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ആദർശിനെ കണ്ട് അഭി ഉറപ്പിക്കുകയാണ്, നവ്യ ഇത് ആദർശിടൻ തന്നെ, ഒരു സംശയമില്ല. ആദർശിട്ടൻ വേഷം മാറി ജ്വല്ലറിയിൽ വന്നത് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ തന്നെയാണ്. മൂർത്തി ജ്വല്ലറിയിലെ ശത്രുവല്ലേ ജ്വല്ലറി. അതുകൊണ്ട് തന്നെ ജ്വല്ലറിയെ കുറിച്ച് അറിയാൻ വേണ്ടി ആദർശിട്ടൻ വേഷം മാറി വന്നതാണ്. അതിന് യാതൊരു സംശയവുമില്ല നവ്യയെ. അങ്ങനെ നവ്യയുടെ അടുത്ത് അഭി പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും അവന്റെ മുഖംമൂടി ഞാൻ അഴിക്കും. അങ്ങനെ ആദർശിന്റെ അടുത്തേക്ക് അഭി പോകുന്നുണ്ട്. അങ്ങനെ അഭിയെ കാണുന്ന സമയത്ത് ആദർശ് സൗണ്ട് മാറ്റി സംസാരിക്കുകയാണ്. സൗണ്ട് മാറ്റി സംസാരിച്ചാലും നിങ്ങൾ ആദർശേട്ടനാണെന്ന് എനിക്കറിയാം, ഞാനെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ അഭി പറയുന്നുണ്ട്, നിങ്ങൾ മൂർത്തി ജ്വല്ലറിയെ ബിസിനസ് നടത്തി ഈ പരിവം വരെ എത്തിച്ചു. ഇനി ജ്വല്ലറിയിൽ വന്നിട്ട് അതും കൂടി നശിപ്പിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അഭി. ആദർശോ? ഏത് ആദർശ്? നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും, ഞാൻ ആദർശൊന്നുമല്ല എന്ന് പറയുകയാണ്. ആ സമയം അഭി പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ് ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിന്റെ തലപ്പ വഴിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിൽ നിങ്ങൾ സത്യം പറ, നിങ്ങൾ ആദർശേട്ടനല്ലേ? നിങ്ങളുടെ വെച്ചുകെട്ടും കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് അഭി പറയുകയാണ്. ആ സമയം ആദർശ് പറയുന്നുണ്ട്, ഇക്കാര്യം നീ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പുറത്തറിയിക്കും. നീ അനഘയും തമ്മിലുള്ള ബന്ധം നവ്യയെ അറിയിക്കും. അതോടുകൂടി നിനക്ക് അനന്തപുരിയിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല. ആ സമയം പേടിച്ചുകൊണ്ട് അഭി പറയുന്നുണ്ട്, ആദർശേട്ട ഞാൻ ഇക്കാര്യം ആരോടും പറയില്ല, പറയാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്ന് അഭിയോട് ആദർശ് പറയുകയാണ്. അങ്ങനെ അഭി പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. സമയം നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. അഭി, അത് ആദർശേട്ടനാണോ? നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ സമയം അഭി പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ല നവ്യയെ, അത് ആദർശേട്ടനല്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അല്ല അഭി, നീ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, എന്താ കാരണം എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് അഭി പതറിക്കൊണ്ട് പറയുകയാണ്. അതേസമയം ആദർശ് നയനിയോട് പറയുന്നുണ്ട്, അഭി സത്യങ്ങളെല്ലാം അറിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജ്വല്ലറിയിലെ എല്ലാ രഹസ്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കണം, എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാം തിരിച്ചറിയണം എന്നൊക്കെ ആദർശ് നയനിയോട് പറയുന്നുണ്ട്. ആ സമയം നയന പറയുന്നുണ്ട്, ആദർശിട്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അവൻ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ ആയിരിക്കും കുടുങ്ങുക, അതുകൊണ്ട് ഒരിക്കലും അവൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശിനെ സമാധാനിപ്പിക്കുകയാണ് നയന. അതേസമയം അഭിയാണെങ്കിൽ സത്യങ്ങളൊന്നും ആരോടും പറയാൻ കഴിയാതെ ആകെ വിങ്ങി നിൽക്കുകയാണ്.